സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തക്കാളി കൃഷിയെ പറ്റിയിട്ടാണ് പറയുന്നത്. തക്കാളി കൃഷി വിജയിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തക്കാളി കൃഷി നന്നായിട്ട് വിജയിക്കും. നമ്മുടെ കേരളത്തിലെ മണ്ണ് അസിഡിറ്റി കൂടിയ മണ്ണ്, അതായത് പുളിപ്പ് രസം കൂടുതലുള്ള മണ്ണാണ്. ഈ മണ്ണിൽ തക്കാളി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാട്ടരോഗം വന്ന് ചെടി നശിച്ചു പോകും. അതിനെ ക്രമീകരിക്കാൻ വേണ്ടി കുമ്മായ വസ്തുക്കൾ ഇട്ടിട്ട്, എന്തെങ്കിലും കുമ്മായ വസ്തുക്കൾ ഇട്ടിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് തക്കാളി നട്ട് കഴിഞ്ഞാൽ തക്കാളി കൃഷി വിജയിക്കാൻ വേണ്ടി തുടക്കമാവും. പിന്നെ ചെയ്യേണ്ടത് നല്ല എയറേഷൻ ഉള്ള, നല്ല വായുസഞ്ചാരമുള്ള മണ്ണാക്കി മാറ്റുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് തക്കാളി കൃഷി ചെയ്തു കഴിഞ്ഞാൽ തക്കാളി വിജയിക്കും. ആദ്യം കുമ്മായ വസ്തുക്കൾ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ തടം തയ്യാറാണ്. കുമ്മായത്തിൽ നമ്മൾ ഒന്നെങ്കിൽ ഡോളോമേറ്റ് ആകാം, അല്ലെങ്കിൽ കക്ക പൊടിച്ചതില്ലേ അതാവാം, അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചത്. ഇത് ഏതെങ്കിലും നമ്മൾ തടത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതാണ്. ഒരു തൈക്ക് ഒരു പിടി എന്ന കണക്കിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി കൊത്തി ഇളക്കിയതിനു ശേഷം ഒരു പൂവാലി കൊണ്ട് നനയ്ക്കുന്നതല്ല. നനച്ചു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ചെറിയ രീതിയിൽ നനച്ചു കഴിഞ്ഞാൽ പൊട്ടുപോലും ആക്കിയിട്ട് നനച്ചാൽ പെട്ടെന്ന് അതിന്റെ pH ക്രമീകരിക്കാൻ സഹായിക്കും. ഒരു 10 ദിവസം കൊണ്ട് 10-12 ദിവസം കൊണ്ട് pH ക്രമീകരിക്കപ്പെടും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ, പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി തടത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ടതിന് ശേഷം നന്നായിട്ട് വെതറി നന്നായി കൊത്തി ഇളക്കണം. ചാണകപ്പൊടി തക്കാളിയുടെ ആണെങ്കിലും ഏത് പച്ചക്കറിയുടെ ആണെങ്കിലും വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ചാണകപ്പൊടി ഇതുപോലെ തന്നെ തണലത്തിട്ടുണെങ്കിൽ ചാണകപ്പൊടി നല്ലത്. അത് ഇതേപോലെ ചുറ്റുവിട്ടതിന് ശേഷം തടത്തിട്ടതിന് ശേഷം നന്നായിട്ട് കൊത്തി ഇളക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് കരികില കിട്ടുവാണ് ഏറ്റവും നല്ലതാണ്. കരിയിലാകുമ്പോൾ നമ്മൾ നല്ല എയറേഷൻ കിട്ടും മണ്ണിന്. അതിനു വേണ്ടിയിട്ടാണ് കരികില ചുറ്റുവിട്ടു. പിന്നെ നമ്മൾ നേരെ ഒന്നുകൂടെ നനയ്ക്കുന്നതല്ല, ഇടയ്ക്കുന്ന കൊത്തി ഇളക്കുന്നതല്ല കേട്ടോ, അതപ്പോൾ പൊടിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി തൈ നടാം. തക്കാളി തൈ നടുമ്പോൾ ആദ്യം ചെറിയൊരു പിള്ളക്കുഴി എടുക്കുക. ഒരു 2 അടി അല്ലെങ്കിൽ 2.5 അടി അകലത്തിൽ നടണം. ഞാനൊരു 30ഓളം തൈകൾ നട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 2.5 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ പിള്ളക്കുഴി എടുക്കുന്നു. പിള്ളക്കുഴിയിൽ നമ്മൾ ഓരോ തൈയും ട്രൈയിൽ നിന്ന് എടുത്ത് ശ്രദ്ധയോടെ വെക്കണം. അതിനുശേഷം അതിനകത്ത് കുറച്ച് എല്ലുപൊടി ചേർക്കുന്നതല്ല, ചെടി നല്ല ആരോഗ്യത്തോടെ വരാൻ വേണ്ടി. പിന്നെ ലേശം വേപ്പും പിണ്ണാക്ക് രോഗകീടം മാറാൻ വേണ്ടി. പിന്നെ ഇതില് വേരിച്ചില്ലാണ്ടെങ്കിൽ ട്രൈക്കോഡർമ നല്ലൊരു ജീവാണു വളമാണ്. അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു തടത്തിൽ അത് വിട്ടു കൊടുക്കുക. ഓരോ തടത്തിലും ഓരോ സ്പൂണ്. അങ്ങനെ മൊത്തത്തിൽ തൈ നട്ടേക്കണം. തൈ നട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ചെടി നല്ല ആരോഗ്യത്തോടെ ഇതേപോലെ വലുതായി വന്നോളും. ഇപ്പൊ 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം പുളിപ്പിച്ചില്ലേ, വേപ്പ പിണ്ണാക്കിട്ട് പുളിപ്പിച്ചത് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഓരോ കപ്പ്, ചെറിയ കപ്പ് വെച്ചിട്ട് ചുറ്റും ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ നമ്മളിതിലേക്ക് ഉള്ളിത്തൊലി, പഴത്തിന്റെ തൊലി അത് സ്ലറി ആക്കിയിട്ട് അതും ഇതുപോലെ നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ ഒരു 1/2 കപ്പ് വെച്ച് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ തക്കാളി ചെടി നല്ല ആരോഗ്യത്തോടെ വന്നിട്ടുണ്ടാവും. അതാണ് തക്കാളി വളരാൻ വേണ്ടി ഈ 2 വളപ്രയോഗം കൊണ്ട് തന്നെ തക്കാളി. പിന്നെ നമ്മൾ ഈ തക്കാളിയുടെ പ്രത്യേകത ഒരു വള്ളി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത് ചെറിയൊരു കമ്പ് കുത്തിക്കൊടുത്ത് നമ്മൾ ചെറിയൊരു പന്തലേക്ക് കയറ്റുന്നതല്ലാണ്. കയറ് കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് കയറ്റി കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടത് ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ, ഒരു പരിരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ് കോതുക എന്നുള്ളതാണ്. നമ്മളെ താഴത്തെ ഇലകള്, ശിഖരങ്ങള്, ഉണങ്ങിയ ശിഖരങ്ങൾ, എന്തെങ്കിലും രോഗങ്ങളൊക്കെ ബാധിച്ച ശിഖരങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒരു കത്രി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ മറ്റു ഇലകളിലേക്ക് രോഗം ബാധിക്കാണ്ടിരിക്കാനും സഹായിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളം അത് യഥാർത്ഥ സെന്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ടാണ് പ്രൂണിങ് തക്കാളിക്ക് എന്തായാലും നല്ലതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് ആരോഗ്യത്തോടെ വരും. പിന്നെ നമ്മൾ ഇടയ്ക്ക് മുട്ടത്തോട് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന കാൽസ്യം അല്ലെ, മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഈ ഒരു വളപ്രയോഗം ഒന്നും നേരത്തെ പറഞ്ഞ വളപ്രയോഗമില്ലേ, കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം പുളിപ്പിച്ച്, അതൊക്കെ ഒന്നും തവണ ചെയ്യുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഡെയിലി ഒന്ന് പരിരക്ഷ പ്രധാനമാണ്. തക്കാളി തോട്ടത്തിലൂടെ ഇടയ്ക്ക് നോക്കി നടന്നു നോക്കുക, എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ വേപ്പെണ്ണ എമൽഷനൊക്കെ ഇല്ലേ, അത് ഇടയ്ക്കൊന്ന് തളിച്ചു കൊടുത്താൽ എന്തെങ്കിലും വെള്ളീച്ചോ എലപ്പേനൊക്കെ ഉണ്ടെങ്കിൽ പോകും. ഇത് കണ്ട് തക്കാളി നമ്മൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നമ്മളൊരു 3 മാസം കൊണ്ട് നമുക്ക് തക്കാളി കായ്ച്ചൊരു പരുവായി. ഇപ്പൊ നമ്മൾ വിളവെടുക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. നമ്മളെ മക്കളെയൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പൊ മോന് എന്നോട് തക്കാളി പറിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിളവെടുക്കാം. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ട് തക്കാളി ഈ രീതിയിൽ നന്നായിട്ട് വിളയിക്കാൻ സാധിക്കും. ഇതൊരു സാമ്പത്തിക ലാഭത്തെക്കാൾ ഉപരി നമ്മളെ മനസ്സിന്റെ ഒരു സന്തോഷം കൂടിയാണ്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അനുവദിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.